നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഹോം മെയ്ഡ് ഫേസ് വാഷ് ആണ് കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഫേഷ്യലിൻ്റെ വീഡിയോ ആയിരുന്നു. തൈര് കൊണ്ടുള്ള അടിപൊളി ഒരു ഫേഷ്യലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷാണ് തയ്യാറാക്കി കാണിക്കാനായിട്ട് പോകുന്നത്. എന്താണെങ്കിലും സാധാരണക്കാരായ വീട്ടമ്മമാരുടെ കയ്യിൽ ഫേസ് വാഷ് ഒന്നും കാണത്തില്ല. ഡെയിലി നമ്മുടെ ഫേസിൽ സോപ്പിട്ട് ഫേസ് വാഷ് ചെയ്യുന്നത് അത്ര നല്ലതല്ല. നമ്മുടെ ഫേസിൽ ചുളിവുകൾ വീഴാനായിട്ടും അതേപോലെ പിഗ്മെൻറ്റഡ് ആകാനായിട്ടൊക്കെ ഒരുപാട് കാരണമാകും. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഫേസിൽ സോപ്പ് ഇടാനായിട്ട് പാടില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഫേസ് വാഷ് ഒന്നും കയ്യിലില്ലാത്തവർക്ക് നമുക്ക് ഹോം മെയ്ഡ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് തയ്യാറാക്കാനായിട്ട് പറ്റും. ഇത് നമുക്ക് 1 മാസം വരെ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന അടിപൊളി ഒരു ഫേസ് വാഷാണ്. ഈ ഒരു ഫേസ് വാഷിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലെ കറുത്ത പാടുകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും ചുളിവുകൾ മാറ്റി സ്കിൻ യങ്ങാക്കി വെക്കാനായിട്ടും അതേപോലെ സ്കിൻ ഒന്ന് ബ്രൈറ്റ് ആക്കാനായിട്ടും സൺടാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും അതേപോലെ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നും ഇത് എത്രയൊക്കെ ടൈമിൽ യൂസ് ചെയ്യണമെന്നൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം. നമ്മുടെ ഫേസിലെ കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും അതേപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിന്നൊന്ന് സോഫ്റ്റ് ആക്കാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും സൺടാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമുക്ക് ഈ ഒരു ഫേസ് വാഷ് നമുക്ക് 1 മാസം വരെ നമുക്കിതുപോലെ അടച്ച് സൂക്ഷിച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഫേസ് വാഷാണ്. ഫേസ് വാഷ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് ചെറുപയറാണ്. അപ്പം ഞാൻ ഈ ഒരു ബൗളിൽ ചെറുപയർ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് റെഡ് ദാളാണ്, മസൂർ ദാൾ എന്നൊക്കെ പറയും. ചുവന്ന പരിപ്പില്ലേ, ചുവന്ന പരിപ്പാണ്. ഇത് ഞാൻ ഈ ഒരു ബൗളിൽ തന്നെ അളന്നെടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഇനി ഞാൻ അടുത്തായിട്ട് എടുത്തിരിക്കുന്നത് ഓറഞ്ച് തോലാണ് കേട്ടോ. ഓറഞ്ചിൻ്റെ തോല് നമ്മൾ ഉണക്കി വെച്ചേക്കുന്നതാണ്. ഇത് നമ്മുടെ സ്കിൻ നന്നായിട്ട് ലൈറ്റൻ ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതേപോലെ തന്നെ വൈറ്റമിൻ സി ആണല്ലോ. അപ്പം നമ്മൾ ഈ ഒരു സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇനി നിങ്ങളുടെ കയ്യിൽ ഓറഞ്ച് പീല് ഇല്ല എങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഓറഞ്ച് പീല് ഇടണമെന്ന് നിർബന്ധമില്ല. അപ്പം നമ്മൾ ഈ ഒരു സാധനങ്ങളെല്ലാം നമ്മൾ ആദ്യം പൊടിച്ചിട്ട് വരണം. അപ്പം ഞാനിത് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. ഇത് കൂടാതെ വേറെ ഇൻഗ്രീഡിയൻസും ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഞാൻ പറയുന്നുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതെല്ലാം നന്നായിട്ട് മനസ്സിലാവത്തുള്ളൂ. അപ്പം ഞാനിത് പൊടിച്ചിട്ട് വരാം. അപ്പം ഞാൻ ചെറുപയറും റെഡ് ദാളും പിന്നെ ഓറഞ്ച് പീലും കൂടെ ചേർത്ത് 3ഉം കൂടെ ഒന്നിച്ച് പൊടിച്ചെടുത്ത് വെച്ചതാണ് കേട്ടോ. ഇത് ഒട്ടും തരിയില്ലാതെ തന്നെ പൊടിച്ചെടുക്കണം. ഇനി തരി ഉണ്ടെങ്കിൽ നമ്മളിതൊന്ന് അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഇത് നമ്മുടെ അരിപ്പൊടിയാണ് കേട്ടോ. അരിപ്പൊടി നല്ല ഫൈനായിട്ടുള്ള പൊടി എടുക്കണം. പത്തിരിപ്പൊടിയാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫേസ് വാഷ്. ഇനി നമ്മൾ ഇതൊരു ബോട്ടിലേക്ക് മാറ്റി അടച്ച് സൂക്ഷിക്കാം. ഇത് എത്ര കാലം വേണേലും കേടുകൂടാതിരിക്കും കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ എടുക്കുമ്പോൾ ഒട്ടും വെള്ളമില്ലാത്ത സ്പൂണിട്ട് എടുക്കാനായിട്ട് നോക്കുക. അതേപോലെ വെള്ളമില്ലാത്ത ബോട്ടിൽ ഇട്ട് വെക്കാനായിട്ട് നോക്കുക. എങ്കിലേ നന്നായിട്ട് ലോങ് ലാസ്റ്റായിട്ട് ഇരിക്കത്തുള്ളൂ കേട്ടോ. അപ്പം ഞാനിത് ബോട്ടിലേക്ക് ആക്കിയിട്ടുണ്ട്. നമുക്കിത് 1 മാസം 1.5 മാസം വരെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഫേസ് വാഷാണ്. ഇനി ഞാനിത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഫേസിലെ കറുത്ത പാടുകൾ മാറാനായിട്ടും ചുളിവുകൾ മാറാനായിട്ടും സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം ഞാൻ ഇനി അടുത്ത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പം നമ്മുടെ ഫേസ് വാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഡെയിലി ഇത് യൂസ് ചെയ്യാറുണ്ട്. മോർണിംഗിലും നൈറ്റിലുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇത് ഞാൻ തയ്യാറാക്കിയിട്ടുള്ള ഒരു സ്കിൻ ബ്രൈറ്റനിങ് ഓയിലാണ്. നിങ്ങൾ ഏത് ഓയിലാണോ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു ഓയിൽ എടുക്കുക. ഒരുപാടൊന്നും വേണ്ട കേട്ടോ, കുറച്ച് ഓയിൽ എടുക്കുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ ഒരു സ്കിൻ ബ്രൈറ്റനിങ് ഓയിലിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ഒരു 2-3 വീഡിയോസ് ഞാൻ പല ഓയിലും ഞാൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ചാനലിൽ കയറി ചെക്ക് ചെയ്ത് നോക്കാം. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 1/2 മണിക്കൂർ വെക്കുക. അതിനുശേഷം വേണം നമ്മൾ ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യാനായിട്ട്.
ഇതൊരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കാണിച്ചു തരാം. ഞാൻ ആ ഒരു ഫേസ് വാഷ് പൗഡർ ഞാൻ ഒരു ബോർഡിലേക്ക് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എത്രയോ അത്രയും എടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന പാലാണ്. ഇനി നിങ്ങൾക്ക് പാൽ അലർജിയാണ്, അല്ലെങ്കിൽ പാൽ ഇല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം റോസ് വാട്ടർ എടുക്കാം, അല്ലെങ്കിൽ തൈര് എടുക്കാം, അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിൽ വെറും വെള്ളത്തിൽ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് തേച്ച് കൊടുത്താൽ മതി. അപ്പം ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ. ഇതിൽ കുറച്ച് തിക്കായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ ഒരു ഫേസ് വാഷ് നമ്മുടെ ഫേസിലെ കറുത്ത പാടുകൾ മാറാനായിട്ടും അതേപോലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കി സ്കിൻ ബ്രൈറ്റ് ആക്കാനായിട്ടും ചുളിവുകൾ മാറാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ സിമ്പിളാണ്. അതിനുശേഷം നമ്മൾ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് റബ്ബ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 2 മിനിറ്റ്സ് ഒക്കെ വെച്ചാൽ മതി കേട്ടോ. കാരണം ഇതൊരു ഫേസ് വാഷ് ആണല്ലോ. അപ്പം ഒരുപാട് നേരമൊന്നും വെച്ചിരിക്കേണ്ട കാര്യമില്ല. നമ്മളൊരു 2-3 മിനിറ്റ്സ് വെച്ചിട്ട് നമുക്കിത് വാഷ് ചെയ്യാം കേട്ടോ. ഇനി ഞാനിത് വാഷ് ചെയ്തിട്ട് കാണിക്കാം. അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അടിപൊളി റിസൾട്ടാണ് കേട്ടോ. നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആകാനായിട്ടും ചുളിവുകൾ മാറാനായിട്ടും സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ സൺടാൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി റിസൾട്ടാണ്. നിങ്ങൾക്കിത് രാവിലെയും വൈകുന്നേരവും ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ഇടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.